പിണ്ടിമന ഗവൺമെന്റ് യു.പി. സ്കൂളിന്റെ 125ാം വാർഷികം നാടിന്റെ ആഘോഷമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കോതമംഗലം എം.എൽ.എ. ഷിബു തെക്കുംപുറം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു. അനേകം തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ പിണ്ടിമന ഗവൺമെന്റ് യു.പി. സ്കൂൾ 125ാം വാർഷികം ആഘോഷിച്ചു. വേവ്സ് അറ്റ് 125 എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ കോതമംഗലം എം.എൽ.എ. ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ഈ നാടിന്റെ അഭിമാനമായ പിണ്ടിമന യു.പി. സ്കൂൾ അതിന്റെ വാർഷികാഘോഷങ്ങളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ വാർഷികാഘോഷങ്ങൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സുന്ദരമായ ദിവസത്തിൽ എം.എൽ.എ. എന്ന നിലയ്ക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പൊതുവിദ്യാലയം എന്ന നിലയ്ക്ക് സമാനതകളില്ലാത്ത വലിയ പ്രവർത്തനമാണ് നമുക്ക് കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞത്. എല്ലാ തരത്തിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഭൗതിക സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്ന ഇടപെടൽ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വലിയ മുന്നേറ്റം ഈ സ്കൂളിന് കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞു. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം P.A.M. ബഷീർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത ഷാജി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജോയ് പി. ജോസഫ്, നെടുമ്പാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ റോയി, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൌക്കത്ത്, മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷരായ സീന ബേസിൽ, സിബി ജെയിംസ്, PTA പ്രസിഡന്റ് അനീഷ് തങ്കപ്പൻ, ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ, SMC ചെയർപേഴ്സൺ നിത്യ വിൽസൺ, MPTA പ്രസിഡന്റ് ഷീജ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഷിക ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ 125 വർഷങ്ങൾക്ക് അപ്പുറം നമ്മുടെ ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകരും നല്ലവരായ നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി വളരെ ചെറുതായി തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനത്തിൽ നിരവധി പ്രതിഭകളാണ് ഇവിടെ നിന്ന് കടന്നുപോയിട്ടുള്ളത്. നമുക്കറിയാം, ഈ നാടിന്റെ എല്ലാമായ ഈ സ്കൂൾ, ഈ നാടിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അത്താണിയായ ഈ സ്കൂൾ നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഏറ്റവും വിളക്കായി ഇന്ന് നിലനിൽക്കുകയാണ്. ഇവിടെ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ പരിമിതമാണെങ്കിൽ പോലും ഇവിടുത്തെ ഇവിടുത്തെ അധ്യാപകർ, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കരുതലാണ് ഈ സ്കൂളിന്റെ ഇത്രയേറെ പ്രത്യേകതയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ നേതൃത്വം കൊടുക്കുന്ന അച്ഛൻ്റെയും അതോടൊപ്പം തന്നെ അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ അവസരം വിനിയോഗിച്ചുകൊണ്ട് അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. കർമ്മ പദ്ധതികളുടെ പ്രകാശനം, ലോഗോ പ്രകാശനം, ചെക്ക് കൈമാറൽ, 125ാം ജൂബിലി വൃക്ഷത്തൈ നടീൽ അടക്കമുള്ള ചടങ്ങുകളും ഉണ്ടായിരുന്നു. സ്കൂളിന്റെ 125 വർഷത്തെ അഭിമാനകരമായ ചരിത്രം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും വിദ്യാഭ്യാസ മികവിന്റെ പുതിയ അധ്യായത്തിന് തുടക്കമിടുകയും ചെയ്യുന്ന ചടങ്ങായി ഉദ്ഘാടന പരിപാടി ശ്രദ്ധേയമായി. നമ്മുടെ ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അക്ഷരത്തിന്റെ അറിവ് പകർന്ന നമ്മുടെ ചേരാട് ഗവൺമെന്റ് യു.പി. സ്കൂളിന്റെ 125ാം വാർഷിക ജൂബിലിയുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എല്ലാവർക്കും ആദ്യമേ തന്നെ 125ാം ജൂബിലി ആരംഭത്തിന്റെ ആശംസകൾ കുട്ടികൾക്കും എല്ലാവർക്കും നേരുന്നു. നമ്മൾ 125ാം ജൂബിലിയുടെ ഭാഗമായി നമ്മൾ 125 ദിന കർമ്മ പരിപാടികൾ ടീച്ചറുടെ HM കൂടെ പറഞ്ഞായിരുന്നു. സോറി, HM-നെ ആ സംശയം വിട്ടുപോയി. HM കൂടെ പറഞ്ഞിരുന്നു 125 ദിന കർമ്മ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യപടി എന്ന നിലയിൽ ജൂലൈ 1-ാം തീയതി ഡോക്ടേഴ്സ് ദിനം ആയിട്ട് നമ്മൾ ആചരിച്ചു. മുത്തംകുഴി നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ സന്ദർശിച്ച് ഇവിടുന്ന് അധ്യാപകരും HM ഉൾപ്പെടെ വന്ന് കുട്ടികൾ ഉൾപ്പെടെ വന്ന് ഡോക്ടർമാരെ ആദരിക്കുന്ന ആദ്യത്തെ നമ്മുടെ 125 ദിന കർമ്മ പരിപാടിയിലെ ആദ്യത്തെ പരിപാടി നമ്മൾ അന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ടീച്ചർ HM പറഞ്ഞതുപോലെ നമ്മൾ 125ാം ജൂബിലിയുടെ ഭാഗമായില്ല വിളംബര ജാഥ വളരെ ഭംഗിയായി നിർവഹിച്ചു. ഇന്ന് നമ്മളിപ്പോ ജൂബിലിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള മീറ്റിംഗ് ആരംഭിക്കുന്നു. നമുക്ക് ഈ ജൂബിലി പരമാവധി ഭംഗിയാക്കി നമുക്ക് നടത്തണം. അതിന് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂൾ എന്നുള്ളതുകൊണ്ട് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു.
1902 സ്ഥാപിതമായ പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂൾ 125 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായത്. വിദ്യാർത്ഥികളുടെ കലാസാംസ്കാരിക പരിപാടികൾ, വിദ്യാഭ്യാസ സെമിനാറുകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വിവിധ മത്സരങ്ങൾ, സാമൂഹിക പ്രതിബദ്ധത ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ എന്നിവ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വരും നാളുകളിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.